വന്യജീവികൾ മൂലമുണ്ടാകുന്ന വിളനാശം പ്രാദേശിക ദുരന്തമായി പ്രഖ്യാപിച്ച് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നൊരു തീരുമാനമാണ് ഇന്നലെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായത്. ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് നീർവാരത്തെ PT വേലായുധൻ എന്ന കർഷകനാണ്. അദ്ദേഹം ഹൈക്കോടതിയിൽ 2020 മുതൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടത്തിയിരുന്ന ഒരാളാണ്. ഈ കേസ് എന്തായി ഇപ്പോൾ? ഇതുവരെ യാതൊരു തരത്തിലുള്ള അതിനുള്ള ശരിക്കായിട്ടുള്ളൊരു ഡയറക്ഷൻ ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയിട്ടില്ല. ആനയാണ് കാര്യമായിട്ട് തെങ്ങ് നശിപ്പിച്ചത്. മറ്റുള്ള വിളകൾ നശിപ്പിക്കുന്നത് മറ്റേ പന്നി, പിന്നെ മാന് മുതലായവ നശിപ്പിക്കുന്ന വേറെയുണ്ട്. ഒരു തെങ്ങ് നശിച്ചാൽ 770 രൂപ കിട്ടിയാൽ എന്താ കർഷകന്? ഒരു തേങ്ങയ്ക്ക് ഇപ്പോൾ 50 രൂപ, 40 രൂപ, 45 രൂപ വിലയുണ്ട്. ഇതുകൊണ്ട് കർഷകന് നഷ്ടമല്ലേ ഉള്ളത്? ഞങ്ങളുടെ എല്ലാ മുതലുകളും നശിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്ര ഫണ്ട് കൊണ്ട് തന്നാലും ഉള്ളവനല്ലേ കൊടുക്കുള്ളൂ. ഇപ്പം നശിപ്പിച്ചതിൻ്റെ ഉള്ളൂ, ഇനി നശിപ്പിക്കാനൊന്നുമില്ല. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാനുള്ള ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സബ്സിഡി നിരക്കിലോ ബാക്കി നിരക്കിലോ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അവരുണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് അതിൽ പ്രതീക്ഷയുള്ളൂ. ഇത് ഉദ്യോഗസ്ഥരാണ് കൃഷിക്കാരിലേക്ക് എത്തിക്കേണ്ടത്. കൃഷിക്കാർ ക്ലെയിമിന് വേണ്ടി ചെല്ലുമ്പോൾ ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിട്ട് അവർ ഇതിന് തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ ആന ഏകദേശം 3-4 സ്ഥലത്തു കൂടി വരുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഓപ്പണായിട്ട് കിടക്കുകയാണ്. ഏത് സമയത്തും എതിലെയും വന്യജീവികൾ കടന്നു വരാവുന്ന രീതിയിലാണ്. പ്രഖ്യാപനം കൊണ്ട് എന്താ സാറേ കാര്യം? പ്രഖ്യാപനമല്ലല്ലോ വേണ്ടത്. പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കർഷകനിലോട്ട് എത്തുക. പഴയൊരു ട്രെഞ്ച് ഉണ്ടായിരുന്നു, അത് മൊത്തം മൂടിക്കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഫെൻസിങ് ഉണ്ടാക്കുന്നത്. ഈ ഫെൻസിങ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പകുതി പടി കഴിഞ്ഞിട്ടുമില്ല. അത് തന്നെ നമുക്കൊന്നൊരു പച്ചക്കറിയോ ഒരു സാധനം നട്ട് കിട്ടാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ എൻ്റെ വിളകളിൽ പന്നി ഇറങ്ങുമ്പോൾ പഞ്ചായത്തിലേക്ക് പിന്നെ റിപ്പോർട്ടിന് പോകണോ, അല്ല ഞാൻ പന്നി ഓടിക്കാൻ നിൽക്കണോ? അപ്പോൾ പുതിയ പ്രഖ്യാപനത്തിലും അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച്? പുതിയ പ്രഖ്യാപനത്തിന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. കർഷകർ അങ്ങനെയാണ്. കാരണം ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നാണ് അവർ പറയുന്നത്. ഈ പ്രഖ്യാപനങ്ങളല്ലാതെ ഇത് നടപ്പാകുമെന്ന പ്രതീക്ഷ കർഷകർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.